എന്നാ പിന്നെ എനിക്കും വാശി തന്നെയാ. നിങ്ങൾ പൊട്ടിച്ചളഞ്ഞ ചട്ടികളുടെ കാശ് തരാതെ ഇവിടുന്ന് ഒരാളും പോവില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ നീ കേട്ടോ, നീ പറഞ്ഞല്ലോ പണം തരാതെ കാർ ഇവിടുന്ന് ഒരടി അനങ്ങില്ലെന്ന്. അനങ്ങരുത്. ഈ കാറ് ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. അവൾ എന്ത് ധൈര്യത്തിൽ എന്റെ വണ്ടിക്ക് മുമ്പിൽ വട്ടം നിന്നേ റാസ്കൽ. ജോ, നീ അവളെയും കൂടി ഇടിച്ച് തെറിപ്പിക്കാനുള്ളതായിരുന്നു. എന്റെ പൊന്ന് സ്റ്റെഫി, നീ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കല്ലേ. ഒരു വള്ളി ഇപ്പൊ മിസ്സായതേ ഉള്ളൂ. ഉടനെ തന്നെ അടുത്ത വള്ളി കയറി പിടിക്കല്ലേ. കളി നിർത്ത്. ഓടിവാ ഓടിവാ. പ്രശ്നമുണ്ട്. വാ. പോരാ, ഇപ്പൊ തന്നെ വരണം. വാ. മാളു ചേച്ചിക്ക് വേണ്ടി കളി ഹാഫ് ടൈം ബ്രേക്ക്. വാടാ. എന്താ ഉദ്ദേശം? പറയാം. ആദ്യം കാറിന്നൊന്ന് പുറത്തിറങ്ങ്. വഴിതടയിലാണോ? മര്യാദക്ക് ടാർവീപ്പയ്ക്ക് എടുത്ത് മാറ്റ്. ഞങ്ങൾക്ക് പോയിട്ട് അത്യാവശ്യമുള്ളതാ. ഒരു പാവ സ്ത്രീയെ വണ്ടി ഇടിച്ചിട്ടിട്ട് അവർക്ക് എങ്ങനെയുണ്ടെന്ന് പോലും അന്വേഷിക്കാതെ പോകുന്നത് മര്യാദ അല്ലല്ലോ. എനിക്ക് ഇത്രയൊക്കെ മര്യാദയുള്ളൂ. കൂടുതൽ പട്ടിശ ഇറക്കാതെ ഈ നിരത്തി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ വഴിന്ന് മാറ്റ്. അല്ലെങ്കിൽ ഞാനിതൊക്കെ ഇടിച്ചു തെറിപ്പിക്കും. ഓഹോ, എങ്കിൽ അതൊന്ന് കാണണല്ലോ. ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ ഈ ടാർവീപ്പകൾ ഇവിടുന്ന് മാറ്റുന്നില്ല. ഇടിച്ചു തെറിപ്പിച്ച് പോകുന്നല്ലേ പറഞ്ഞത്? പോയി നോക്ക്. അതെ കുട്ടി, എന്താ തന്റെ പ്രശ്നം? ചേട്ടാ, ചേട്ടനോട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. പ്രശ്നം ഞങ്ങള് തമ്മിലാ. അത് ഞങ്ങള് തമ്മിൽ തീർത്തോളാം. തൽക്കാലം ചേട്ടനൊന്ന് സൈഡായിക്കേ. എന്തേ അപ്പൊ എന്നെ ഇടിച്ചെറിപ്പിച്ചിട്ട് പോകുന്നില്ലേ? എടോ, തനിക്ക് എന്താ വേണ്ടേ? അത് ന്യായമായ ചോദ്യം. ഒരു സ്ത്രീയെ കാർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയില്ലേ? ശാന്തമ്മ ചേച്ചി, അതാ അവരുടെ പേര്. മൺകലങ്ങൾ ഉണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റ അവര് ജീവിക്കുന്നെ. അതിന് അവർക്കൊന്നും പറ്റിയില്ലല്ലോ. കുറെ കലങ്ങൾ പൊട്ടിയിട്ടുണ്ട്, അത് വിറ്റ അവര് ജീവിക്കുന്നെ. പൊട്ടിയ കലങ്ങളുടെ വില ശാന്തമ്മ ചേച്ചിക്ക് നൽകിയ ശേഷം നിങ്ങൾക്ക് വണ്ടി എടുത്ത് പോവാം. ഇല്ലെങ്കിൽ പൊട്ടിയ ചട്ടികളുടെ പണം നൽകാതെ കാർ ഇവിടുന്ന് ഒരടി അനങ്ങില്ല. ജോ, കുറച്ച് ചട്ടികളുടെ ക്യാഷിലെ വെറും നക്കാപ്പിച്ച എമൗണ്ട്. ഇതിന്റെ ഇരട്ടി ഒരു ദിവസം നമ്മൾ ബർഗർ വാങ്ങിച്ച് കളയുമല്ലേ? പറ്റില്ല, ഇതെന്റെ വാശിയാ. ഒരു രൂപ ഞാൻ കൊടുക്കില്ല. ഓക്കെ, നീ കൊടുക്കണ്ട, ഞങ്ങൾ കൊടുക്കാം. പൊട്ടിയ കലങ്ങൾക്കെല്ലാം കൂടെ എത്ര എമൗണ്ട് ആവും? എന്റെ ഫ്രണ്ട്സ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പണം കൊടുക്കില്ല. നിങ്ങൾ ക്യാഷ് കൊടുത്താ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ദേ ഇപ്പൊ ഇവിടെ തീരും. ജോ, വെറുതെ ഒരു പ്രശ്നം വേണോ? വിവേകെ, ഇവളുടെ മുന്നിൽ ജ്യോതിക തോക്കാനോ? ഈ കാർ ഇവിടിട്ട് കത്തിക്കേണ്ടി വന്നാലും ഞാൻ തോക്കുന്ന പ്രശ്നമില്ല. എന്നാ പിന്നെ എനിക്കും വാശി തന്നെയാ. നിങ്ങൾ പൊട്ടിച്ചളഞ്ഞ ചട്ടികളുടെ കാശ് തരാതെ ഇവിടുന്ന് ഒരാളും പോവില്ല. ഉറപ്പാണോ? ഉറപ്പ്. എങ്കിൽ നീ കേട്ടോ, നീ പറഞ്ഞല്ലോ പണം തരാതെ കാർ ഇവിടുന്ന് ഒരടി അനങ്ങില്ലെന്ന്. അനങ്ങരുത്. ഈ കാറ് ഇവിടെ ഇങ്ങനെ തന്നെ കിടക്കണം. ജോ, നീ എന്തായി കാണിക്കുന്നേ? വിവേകെ, നമ്മുടെ ലഗേജ് ഒക്കെ എടുക്ക്. ചെല്ല്. മോളെ, നിനക്കൊരു ഉഗ്രം പണി വരുന്നുണ്ട്. നീ കാത്തിരുന്നോ. വാടാ. ഇവരെന്താ അത്ര ലേറ്റ് ആവുന്നത്? പറപ്പിച്ച് വിട്ട അവിടെ എത്താൻ ഒരു 15 മിനിറ്റ് പോലും വേണ്ടല്ലോ.
ആദി ഏ? എന്റെ പൊന്നളിയാ, നടന്ന മനുഷ്യന്റെ ഊപ്പാട് ഇളവി. ജോ, നിന്റെ കാർ എവിടെ? നിങ്ങൾ കാറിലല്ലേ വന്നേ? വന്നത് കാറിലൊക്കെ തന്നെയാ, പക്ഷെ പാതി വഴി എത്തിയപ്പോ അവളുണ്ടല്ലോ ആ വള്ളി, ആ മാൻഡ്രേക്ക് തലച്ചി, അവളൊപ്പിച്ച പണിയാ ഇത്. ആര്? മാളുവോ? ഓ ആ വള്ളിക്കെട്ട് തന്നെ. അവള് നിങ്ങളോട് എന്താ ചെയ്തത്? എന്ത് ചെയ്തെന്നോ, എന്റെ വണ്ടിയുടെ ടയറിന്റെ കാറ്റടിച്ചു വിട്ടു. വെറുതെ കാറ്റടിച്ചുവിടെ. നമ്മുടെ ഭാഗത്തും ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്ത് മിസ്റ്റേക്ക്? ഒരു മിസ്റ്റേക്കും ഇല്ല. എന്താണ്ടാ ഇത്? കാര്യം പറ. അവളത് എന്തിനാ ചെയ്തേ? അവൾക്കിട്ടൊരു പണി കൊടുക്കാൻ ഞാൻ കാത്തിരുന്നതാ. നിങ്ങളുടെ ഭാഗത്തെ മിസ്റ്റേക്ക് തൽക്കാലം ആരും അറിയണ്ട. ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്റെ പൊന്നളിയ, പട്ടിക്കാടെന്നൊക്കെ പറഞ്ഞ് ഇതാണ് പട്ടിക്കാട്. ഈ രാമപുരം കേരളത്തിലെ മാപ്പിലെല്ലാം ഉണ്ടോടേ? ഒരു മന്തി കഴിക്കാൻ കാത്തിരുന്നിട്ട് ഒരൊറ്റ കടയില്ല. മന്തി ഐസിട്ടൊരു നാരങ്ങ വെള്ളം കിട്ടുന്ന കടയില്ല, പിന്നെ മന്തി. മക്കളെ, പട്ടണത്തിലെ പരിഷ്കാരങ്ങൾ അന്ധമായിട്ട് അനുകരിക്കുന്നവരല്ല ഈ രാമപുരത്തുകാര്. ശരീരത്തിനും മനസ്സിനും ഗുണമുള്ള ശീലങ്ങൾ മാത്രമാണ് ഇവിടുള്ളവർ സ്വീകരിക്കുന്നത്. പിന്നെ പുറത്തുനിന്ന് വരുന്നവർക്ക് രാമപുരത്തുകാര് അപരിഷ്കൃതരാണെന്ന് തോന്നും. പക്ഷേ ശരീരം കരുത്തോടെ നിലനിൽക്കാനും മനസ്സ് തളരാതെ നിൽക്കാനും ഈ ശീലങ്ങളാണ് ഇവിടുത്തുകാർക്ക് ശക്തി പകരുന്നത്. മുത്തശ്ശ, ആ മാള് കാണിച്ച പണിയുണ്ടോ? അവൾ എന്ത് ചെയ്തു? എന്റെ ഫ്രണ്ട്സിനെ അവള് വഴിയിൽ തടഞ്ഞു നിർത്തി. ഇവര് വന്ന കാറിന്റെ കാറ്റഴിച്ചു വിട്ടു. ഓ, കണ്ടില്ലേ? ഈ പാവങ്ങള് ലഗേജും ചുമന്ന് ഇത്രയും ദൂരം നടന്നാ വന്നേ. ഇവരെന്റെ ഗസ്റ്റ് അല്ലേ? എന്റെ കൂട്ടുകാർ ആദ്യമായിട്ടല്ലേ ഈ ഗ്രാമത്തിലേക്ക് വരുന്നേ. രാമപുരത്തെ പറ്റി ഇവര് കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാളു കാരണമാ. ഈ ഗ്രാമത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നവരെ ഇങ്ങനെയാണോ വെൽക്കം ചെയ്യണ്ടേ? ദാസപ്പ, ഓ, മാളു എവിടുണ്ടെങ്കിലും 10 മിനിറ്റിനകം അവളിവിടെ എത്തിയിരിക്കണം. പോയിട്ട് വാ. ചെല്ലോ.